നരേന്ദ്രമോദി സർക്കാർ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യമൊക്കെ ഇതൊരു ജൻസി കുട്ടികളാണ് ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരവത്കരിച്ച നരേന്ദ്രമോദി സർക്കാരിന് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. പാർലമെന്റിന്റെ പ്രതിഷേധത്തോടുകൂടി, അതായത് ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് നടത്തിയ ആ ഒരു കുറ്റൻ ബഹുറാലി മാർച്ചോടുകൂടി നരേന്ദ്രമോദി സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ വിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് പാറ്റകളുടെ ഒരു കുറ്റൻ ടാങ്കുകൾ, ഒരു കുറ്റൻ പ്രതിഷേധ കടലുകൾ ഡൽഹിയെ ഇരമ്പി വന്നപ്പോൾ ഡൽഹി പോലീസിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് ജൻസുകൾ വിചാരിച്ചാലും ഒരു സർക്കാരിനെ വിറപ്പിച്ചു നിർത്താൻ പറ്റും, ഒരു സർക്കാരിന്റെ വിക്കറ്റ് ഇളക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർഷക പ്രക്ഷോഭം 2021 വരെ ഡൽഹിയിൽ നടന്ന സമയത്ത്, അതായത് കർഷകരെല്ലാം കൂടെ ഒരു സമരവുമായി എത്തിയ സമയത്തും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഉണ്ടായപ്പോഴും അഗ്നിപത് പദ്ധതിക്കെതിരെ പ്രതിഷേധം ആഞ്ഞടിച്ചപ്പോഴും അതോടൊപ്പം ഗുസ്തി താരങ്ങളുടെ സമരം നടന്നപ്പോഴും നോട്ട് നിരോധനം 2017 ഉണ്ടായ സമയത്ത് ആ സമയത്തും ഒരു പ്രതിഷേധമൊക്കെ നടന്ന സമയത്തും, അതായത് 2016 മുതൽ 2016 നോട്ട് നിരോധനവും അതോടൊപ്പം തന്നെ GST ഒക്കെ കൊണ്ടുവരുന്നത്. ആ സമയത്തും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും നടന്നപ്പോഴും ഇതൊന്നും കേന്ദ്ര സർക്കാരിന്റെ അടിത്തറ ഇളകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പുതിയ ഒരു പാർട്ടി രൂപം കൊള്ളുന്നു, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തുന്നു. നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് ഐക്യദാർഢ്യവും അവർക്കൊരു നീതിയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെത്തുന്നു. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കൂടാതെ ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെയുള്ള ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആദ്യമൊന്നും ഇത് കേന്ദ്ര സർക്കാർ ഇതിനെ വലിയ രീതിയിലുള്ള ഒരു മുഖവിലക്കെടുത്തില്ല. പക്ഷേ ഓരോ മാസം ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി മാറുന്നു. നാനാ ഭാഗങ്ങളിൽ നിന്നടക്കം വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് കടൽ പോലെ ഇരമ്പി എത്തുന്ന രീതിയിലേക്ക് കാഴ്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലേക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ അടിത്തറ തന്നെ ഇളകുന്ന രീതിയിൽ പൂർണ്ണമായി തന്നെ നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ മനസ്സിലായി കൈവിട്ടു പോകുന്നു. ഇനിയും ഈ പ്രക്ഷോഭം നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചിലപ്പോൾ ഒരു കലാപം തന്നെ, അതായത് ബംഗ്ലാദേശിലടക്കം ഉണ്ടായ പോലെ ഒരു കലാപത്തിലേക്ക് എത്തും. കാരണം ജൻസി കുട്ടികൾ അല്ലെങ്കിൽ ഈ കോക്രോച്ച് പാർട്ടി നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ചീറ് പാർട്ടിയല്ല, അതീവ ശക്തമായ ഒരു ബലമാണ്. അതായത് വലിയ രീതിയിൽ നാനാ ഭാഗങ്ങളിൽ നിന്നടക്കം, കേരളത്തിൽ നിന്നടക്കം, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഇമേജ് ഇടിയുന്ന ഒരു തരത്തിലേക്ക്, കേന്ദ്ര സർക്കാരിന്റെ ഇമേജ് ഇടിയുന്ന രീതിയിലേക്ക്, ലോക രാജ്യങ്ങളുടെ മുന്നിലടക്കം നരേന്ദ്രമോദിയുടെ ഒരു മുഖച്ഛായ തന്നെ ഇടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഒരു സൈഡിൽ ഉയരുന്നു, നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഒരു സൈഡിൽ താഴുന്നു. അത് ഒരിക്കലും BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഒന്നൊരൊറ്റ ഫിഗറിലാണ് BJP പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് RSS തന്നെ ഇടപെടുന്നു, മോഹൻ ഭാഗവത് തന്നെ ഇടപെടുന്നു. കുട്ടികളുടെ ഒരു കാര്യമാണ്, അത്രയേറെ നീട്ടാനൊന്നും പറ്റുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാന് പൂർണ്ണമായി തന്നെ ഇതിന്റെ കാര്യങ്ങൾ, അതായത് ഈ ചുമതല നീറ്റ് പരീക്ഷ, അത് ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഉത്തരവാദിത്തമാണ്. ഒരു പരീക്ഷ സുതാര്യമായ രീതിയിൽ നടത്തണം. അതിന് നിങ്ങൾ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പിഴവ് സംഭവിച്ചു, അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ പിഴവ് സംഭവിച്ചു. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലായ്മ മൂലം നീറ്റ് പരീക്ഷ ചോർന്നതാണ്. അത് കുട്ടികളുടെ ഭാവിയെ വെച്ചാണ് നിങ്ങൾ കളിച്ചത്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എഴുതി വയ്ക്കണം അല്ലെങ്കിൽ എഴുതി വാങ്ങണമെന്ന് RSSന്റെ ഒരു ശക്തമായ ഒരു നിർദ്ദേശം നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു. അതോടുകൂടിയാണ് 2 പേജുള്ള ഒരു രാജിക്കത്ത് ധർമ്മേന്ദ്ര പ്രധാൻ നൽകുന്നത്. അതായത് 10 ദിവസമായി എനിക്കൊരു ഉറക്കമില്ല, ഞാൻ വല്ലാത്തൊരു മാനസികമായ വിഷമത്തിലാണ്, കാരണം എൻ്റെ ഭാഗത്ത് നിന്നും ഉള്ള പ്രശ്നങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള 2 പേജുള്ള ഒരു രാജിക്കത്താണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചത്.